പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ, ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ, പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ, ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. ഹല്ലേലൂയ. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 5 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശിഷ്യ സമൂഹത്തിന് കർത്താവ് നൽകിയ വ്യത്യസ്തങ്ങളായ 5 അനുഭവങ്ങൾ. ഒന്നാമതായി, കൊടുങ്കാറ്റിതുപോലെയുള്ള ഒരു വലിയ ശബ്ദം അവർ കേൾക്കുകയാണ്. ഒരു ശബ്ദം അവർ കേട്ടു. രണ്ടാമതായി, തീനാവുകൾ തങ്ങളുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കാണുകയാണ്. തീനാവുകളെ അവർ കണ്ടു. മൂന്നാമതായി, ഈ തീജ്വാലകൾ തങ്ങളെ സ്പർശിക്കുന്നൊരു അനുഭവം, ഒരു ടച്ചിങ് എക്സ്പീരിയൻസ്, സ്പർശന അനുഭവം അവർക്കുണ്ടായി. നാലാമത്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അഞ്ചാമത്, പരിശുദ്ധാത്മാവ് നൽകിയ വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ഇതിൽ പ്രധാനമായും 2 അനുഭവങ്ങൾ പ്രകടമായ വിധത്തിൽ നമുക്കവിടെ കാണാൻ പറ്റും. ഒന്ന്, തീ അനുഭവം. 2, കാറ്റിൻ്റെ അനുഭവം. നമ്മൾ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, ഓരോരോ കാലഘട്ടത്തിലെ സഭ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചില പാഷാണ്ഡതകൾ, തെറ്റായ പ്രബോധനങ്ങൾ, സഭയുടെ ശത്രുക്കളിൽ നിന്നുണ്ടായ ചില പീഡനങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങൾ. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയും, ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് സഭയിൽ ഇറങ്ങി വന്ന് ഈ ഭാഷാണ്ഡതകളെയും ആശയക്കുഴപ്പങ്ങളെയും ശത്രുക്കളിൽ നിന്നുണ്ടായ പീഡനങ്ങളെയെല്ലാം കരിച്ചു കളഞ്ഞ് അത്ഭുതകരമായി സഭയെ പരിശുദ്ധാത്മാവ് നയിച്ച ഒരുപാട് അനുഭവങ്ങൾ സഭാപിതാക്കന്മാരിലൂടെ, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധരിലൂടെയെല്ലാം സഭയെ കർത്താവ് സംരക്ഷിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് ഈ നാളുകളിലും ശക്തിയോടെ സഭയിലും നമ്മുടെ കൂട്ടായ്മകളിലും കുടുംബങ്ങളിലെല്ലാം കത്തിപ്പടരണം. നമ്മുടെ മുൻപിലുള്ള പർവ്വതങ്ങൾ, നമ്മുടെ മുൻപിലുള്ള മലകൾ, പിച്ചള വാതിലുകളെല്ലാം കരിഞ്ഞു പോകുവാൻ ദൈവത്തിൻ്റെ തീയെ നമുക്കെല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണ്. പെന്തക്കോസ്തിയുടെ തീയായി, സ്വർഗത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മളെ സംരക്ഷിക്കുന്ന തീയാണ്. സക്രിയ പ്രവചനം 2:5. ഇന്ന് സഭയ്ക്ക് വലിയ സംരക്ഷണം ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സമൂഹങ്ങൾക്കെല്ലാം വലിയ സംരക്ഷണം വേണം. തീമതിലായി, തീക്കോട്ടയായി നമുക്ക് ചുറ്റും
മഹത്വമായി പരിശുദ്ധാത്മ നിലയുറപ്പിക്കുമ്പോൾ സകല ഉപദ്രവങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അറ്റാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ്. രണ്ടാമത്, ദൈവത്തിൻ്റെ തീയുടെ പ്രത്യേകത അത് അഭിഷേചിക്കുന്ന തീയാണ്. ശിഷ്യ സമൂഹം തീനാവുകളുടെ അനുഭവത്തിൽ നിറഞ്ഞു. അവർക്ക് വലിയ അഭിഷേകമുണ്ടായി. അവരുടെ സകല ഭയങ്ങളും വിശ്വാസമായി രൂപാന്തരപ്പെട്ടു. അവർ ധീരതയോടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അഭിഷേചിക്കുന്ന തീ. മൂന്നാമത്, എല്ലാവിധ അന്യാരാധനയുടെ അടിവേരുകളെ കരിച്ചു കളഞ്ഞ് യഥാർത്ഥ ആരാധന പുനഃസ്ഥാപിക്കുന്ന തീയാണ് പരിശുദ്ധാത്മാവിൻ്റെ തീ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 2019 ഈ പെന്തക്കോസ്ത് തിരുനാളിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ തീ സഭയിൽ ആകമാനം കത്തുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം ഈ തീ അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹത്തോടെ, ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം. അതിനായി പരിശുദ്ധാത്മ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.